ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ പരിശീലകനായ ഡേവിഡ് കാറ്റല തൻ്റെ പുതിയ അഭിമുഖത്തിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെ തുറന്നു കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ആണ് പല തീരുമാനങ്ങൾക്ക് പിന്നിലും, തനിക്ക് അതിലൊന്നും പങ്കില്ല എന്നുള്ളത് ഡേവിഡ് കാറ്റല തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഡേവിഡ് കാറ്റല കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ പരിശീലകനെ നിയമിച്ചത് അതും സാലറി നോക്കിക്കൊണ്ടാണ് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. അതായത് ഡേവിഡ് കാറ്റല തൻ്റെ സാലറി വലിയ രൂപത്തിൽ കുറച്ചു. ചെറിയ ഒരു സാലറിക്കാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നത്. അതോടുകൂടിയാണ് ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ നിയമിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സാലറി നോക്കിക്കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ പരിശീലകനെ നിയമിച്ചിട്ടുള്ളത്. അത് ഡേവിഡ് കാറ്റല തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള എൻ്റെ ബന്ധം എപ്പോഴും നല്ല രീതിയിലാണ്. കാരണം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ വേണ്ടി ഞാൻ വലിയ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ സാലറി വളരെയധികം കുറച്ചിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിലെ എക്സ്പീരിയൻസ് എനിക്ക് അറിയണമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ സാലറി വളരെയധികം കുറച്ചുകൊണ്ട് ഞാൻ വലിയ ഒരു റിസ്ക് എടുത്തു. സാലറി കുറച്ചത് കൊണ്ടാണ് അവർ എന്നെ കൊണ്ടുവന്നത്. ഇതാണ് ഡേവിഡ് കാറ്റല പറഞ്ഞിട്ടുള്ളത്. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. സാലറി നോക്കിക്കൊണ്ടാണ് ഒരു പരിശീലകനെ ഇപ്പോൾ അവർ നിയമിച്ചിട്ടുള്ളത്. അതായത് സാലറി കുറക്കാൻ തയ്യാറായതുകൊണ്ട് മാത്രമാണ് ഡേവിഡ് കാറ്റലയെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. ഏതായാലും അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് അത് ശരിയായില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മോശം പ്രകടനമാണ് അദ്ദേഹത്തിന് കീഴിൽ ബ്ലാസ്റ്റേഴ്സ് നടത്തിയത്. പ്രത്യേകിച്ച് ഈ സീസണിൽ ഡേവിഡ് കാറ്റലക്ക് ആവശ്യമായ സോഴ്സുകൾ ഒന്നും ലഭിച്ചിരുന്നില്ല, നല്ല താരങ്ങളെ ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഈ പരിശീലകനെ കുറ്റപ്പെടുത്തുന്നതിലും കാര്യമില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമായി കാണാം.